ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂത ഭവ്യഭവത് പ്രഭുഃ ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ. ഇവിടെ ഭഗവാന്റെ 9 നാമങ്ങളാണ് പറയുന്നത്. 1 വിശ്വം, 2 വിഷ്ണുഹു, 3 വഷട്കാരഃ, 4 ഭൂതഭവ്യഭവത് പ്രഭുഃ, 5 ഭൂതകൃത്, 6 ഭൂതഭൃത്, 7 ഭാവഃ, 8 ഭൂതാത്മാ, 9 ഭൂതഭാവനഃ. ഇങ്ങനെ 9 നാമങ്ങൾ. ആദ്യത്തെ നാമം വിശ്വം. വിശ്വം എന്ന നാമത്തിന്റെ അർത്ഥം ജഗത്ത് തന്നെയായിരിക്കുന്ന ഭഗവാൻ എന്നാണ്. അതായത് ഭഗവാൻ തന്നെയാണ് ഈ ജഗത്തായിരിക്കുന്നത് അഥവാ ബ്രഹ്മം. അപ്പോൾ ജഗത്ത് തന്നെയായിരിക്കുന്ന ആ ഭഗവാൻ, അതാണ് വിശ്വം എന്ന നാമത്തിന്റെ അർത്ഥം. 2 വിഷ്ണുഹു, എല്ലായിടത്തും ഈ ജഗത്ത് മുഴുവൻ നിരവധി പരമാണുക്കളായി വ്യാപിച്ചിരിക്കുന്നവൻ അഥവാ സർവവ്യാപി, അതാണ് വിഷ്ണു എന്ന നാമത്തിന്റെ അർത്ഥം. 3 വഷട്കാരഃ എന്ന് വെച്ചാൽ യജ്ഞസ്വരൂപൻ എന്നർത്ഥം. ഭഗവാനാണ് ആ യജ്ഞത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഭഗവാനെ ഉദ്ദേശിച്ചാണോ യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ഭഗവാനെയാണ് വഷട്കാരഃ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യാഗയജ്ഞങ്ങൾ ഏതൊരു ഭഗവാനിൽ സമർപ്പിച്ചാണോ ചെയ്യുന്നത് ആ ഭഗവാനാണ് യജ്ഞസ്വരൂപനായിരിക്കുന്നത്. അതാണ് ഭഗവാനെ വഷട്കാരഃ എന്ന് വിളിക്കുന്നത്. 4 ഭൂത ഭവ്യ ഭവത് പ്രഭുഃ. ഭൂതം കഴിഞ്ഞ കാലം, ഭവ്യം വരാനിരിക്കുന്ന കാലം, ഭവത്ത് വർത്തമാനകാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. ഈ 3 കാലങ്ങളുടെയും പ്രഭുവായിരിക്കുന്നു ഭഗവാൻ. അതാണ് ഭഗവാനെ ഭൂത ഭവ്യ ഭവത് പ്രഭു എന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ നടന്നതും വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സകല കാര്യങ്ങൾക്കും സകല കർമ്മങ്ങളുടെയും ചലനങ്ങളുടെയും പ്രഭുവായിരിക്കുന്നവൻ ആ ഭഗവാനാണ്. അതാണ് ഭഗവാനെ ഭൂത ഭവ്യ ഭവത് പ്രഭു എന്ന് വിളിക്കുന്നത്. 5 ഭൂതകൃത്. ഭൂതകൃത് എന്നാൽ സൃഷ്ടികർത്താവിന്റെ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ എന്ന്. അതാണ് ഭഗവാനെ ഭൂതകൃത് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത് ബ്രഹ്മദേവനാണെന്ന്. അപ്പോൾ ത്രിഗുണങ്ങളിൽ രജോ ഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മാവിന്റെ രൂപത്തിൽ വന്നിട്ട് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതും ആ മഹാവിഷ്ണു തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ ഭൂതകൃത്, സൃഷ്ടി ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ഭൂതകൃത് എന്ന് വിളിക്കുന്നു. അടുത്തത് ഭൂതഭൃത്ത്, അതായത് സൃഷ്ടിക്കപ്പെട്ട ഭൂതജാലങ്ങളെ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നവൻ, സ്ഥിതി കർമ്മം നിർവഹിക്കുന്നവൻ, അതാണ് ഭഗവാനെ ഭൂതഭൃത്ത് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഭാവഃ, അതായത് ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ഭവിച്ചത് ഏതൊരു ഉണ്മയാണോ, ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ, യഥാർത്ഥമായ ഒരേ ഒരു സത്തയേ ഉള്ളൂ. ആ സത്തയെയാണ് ഭാവഃ എന്ന് വിളിക്കുന്നത്. ആ സത്തയാണ് പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ഭവിച്ചത്. ത്രിഗുണങ്ങളെ സ്വീകരിച്ച് പ്രപഞ്ച രൂപത്തിൽ ഭവിച്ചത് ഏതൊരു സത്തയാണോ ആ സത്തയെയാണ് ഭാവഃ എന്ന് വിളിക്കുന്നത്. ഇനി ഭൂതാത്മാ. ഭൂതാത്മാ എന്നാൽ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ അന്തർയാമിയായിരിക്കുന്ന ജീവാത്മാവായിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ഭൂതാത്മാ, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ജീവാത്മാവായിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥം. 9ാമത്തെ നാമം ഭൂതഭാവനഃ, അതായത് എല്ലാ ഭൂതങ്ങളുടെയും സൃഷ്ടിയും പോഷണവും ചെയ്യുന്ന ഭഗവാൻ എന്നർത്ഥം. ഈ സർവചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും സൃഷ്ടിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സത്ത ആരാണോ ആ പരമാത്മാവിനെയാണ് ഭൂതഭാവനഃ. ഭഗവാന്റെ ഇച്ഛയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചവും സർവചരാചരങ്ങളും. അതുകൊണ്ട് ഭഗവാനെ ഭൂതഭാവനഃ എന്ന് വിളിക്കുന്നു. എല്ലാ ഭൂതങ്ങളുടെ സൃഷ്ടിയും പരിപാലനവും പോഷണവും ചെയ്യുന്നവൻ എന്നർത്ഥം. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ
അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച. ഭഗവാന്റെ 10ാമത്തെ നാമം ഭൂതാത്മാ, 11 പരമാത്മാ, 12 മുക്താനാം പരമാഗതിഃ, 13 അവ്യയഃ, 14 പുരുഷഃ, 15 സാക്ഷി, 16 ക്ഷേത്രജ്ഞഃ, 17 അക്ഷരഃ. അങ്ങനെ 10 മുതൽ 17 വരെയുള്ള നാമങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഭൂതാത്മാ എന്ന നാമത്തിന്റെ അർത്ഥം പരിശുദ്ധമായ സ്വരൂപത്തോടു കൂടിയവൻ എന്നാണ്. അതായത് ഏറ്റവും പരിശുദ്ധം. ബാക്കി എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളുടെ എല്ലാ ഭൂതങ്ങളുടെയും ശരീരം എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളുടെ കലർപ്പിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നാൽ ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള, ത്രിഗുണങ്ങളിൽ നിന്നും നിത്യമുക്തനായിട്ടുള്ള ഭഗവാൻ പൂർണ്ണ പരിശുദ്ധനാണ്, ത്രിഗുണാത്മകമല്ല. അതാണ് ഏറ്റവും പൂർണ്ണ പരിശുദ്ധമായ സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥത്തിലാണ് ഭഗവാനെ ഭൂതാത്മാ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പരിശുദ്ധം എന്ന് പറഞ്ഞാൽ, ശരീരം എന്ന് പറഞ്ഞാൽ ത്രിഗുണാത്മകമാണ്. അപ്പൊ പരിശുദ്ധമായത് എന്ന് പറയുമ്പോൾ ആത്മാവായിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ എല്ലാത്തിലും ആത്മാവായിരിക്കുന്നവൻ, പൂർണ്ണ പരിശുദ്ധമായ ആത്മാവായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭൂതാത്മാ. 11ാമത്തെ നാമം പരമാത്മാ, എല്ലാത്തിലും പരമമായ ആത്മാവായിരിക്കുന്നത്. അതായത് സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ, അതാണ് ഭഗവാനെ പരമാത്മാ. എല്ലാ ജീവാത്മാവ് തന്നെ പരമാത്മാവ്, പരമമായ ഭാവം, അതായത് ആത്മാവിന്റെ തന്നെ പരമമായ ഭാവം പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ, അതാണ് ഭഗവാനെ പരമാത്മാ എന്ന് വിളിക്കുന്നത്. മുക്താനാം പരമാഗതിഃ, അതായത് മുക്തന്മാരായവർക്ക്, ജീവൻ മുക്തരായവർക്ക് അവരുടെ ശ്രേഷ്ഠമായ ഗതിയായിട്ടുള്ളത് ഭഗവാനാണ്. അതാണ് ഭഗവാനെ മുക്താനാം പരമാഗതിഃ. കാരണം അവർക്ക് ഈ ഭൗതിക ലോകത്ത് ഒന്നിനോടും ആസക്തിയില്ല. അവർക്ക് ഒരേ ഒരു ഗതി ഭഗവാൻ മാത്രമാണ്. അപ്പൊ അവരുടെ ശ്രേഷ്ഠമായ ഗതിയായിട്ടുള്ള ഭഗവാൻ, ആ അർത്ഥത്തിൽ ഭഗവാനെ മുക്താനാം പരമാഗതിഃ എന്ന് വിളിക്കുന്നു. 13 അവ്യയഃ, വ്യയം എന്ന് വെച്ചാൽ നാശം, കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ അവ്യയം എന്ന് വെച്ചാൽ നാശമില്ലാത്ത, വികാരമില്ലാത്ത അല്ലെങ്കിൽ മാറ്റമില്ലാത്തവനാണ് ഭഗവാൻ. അതാണ് ഭഗവാനെ അവ്യയഃ എന്ന് വിളിക്കുന്നത്. ഇനി പുരുഷഃ, പുരുഷഃ എന്ന് വെച്ചാൽ പുരത്തിൽ, അതായത് ശരീരത്തിൽ ശയിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ പുരം എന്നാൽ ശരീരം, ശരീരത്തിൽ ശയിക്കുന്നവൻ എന്ന് വെച്ചാൽ ജീവാത്മാവായിരിക്കുന്നവൻ. ആത്മാവാണ് ശരീരത്തെ സ്വീകരിക്കുന്നത്. അപ്പൊ ജീവാത്മാവായിരിക്കുന്നവൻ എന്നാണ് പുരുഷഃ എന്ന നാമത്തിനർത്ഥം. ഇനി സാക്ഷി, അതായത് സർവചലനങ്ങളെയും സാക്ഷിയായിരിക്കുന്നവൻ, സർവചലനങ്ങൾക്കും, ഈ പ്രപഞ്ചത്തിലെ സർവചലനങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് സാക്ഷി. സാക്ഷിഭാവത്തിലാണ് ആ പരമാത്മാവ് ഇരിക്കുന്നത്. 16 ക്ഷേത്രജ്ഞഃ, ക്ഷേത്രത്തെ അതായത് ശരീരത്തെ അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ. ക്ഷേത്രം എന്നാൽ ശരീരം. ആ ശരീരത്തിലിരുന്ന് ആ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളെയും അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അപ്പോ ഭഗവാന് ക്ഷേത്രജ്ഞൻ എന്നൊരു നാമവുമുണ്ട്. അടുത്തത് 17 അക്ഷരഃ, ക്ഷരം അതായത് നാശം. അപ്പൊ അക്ഷരം എന്ന് വെച്ചാൽ നാശമില്ലാത്തവൻ എന്നർത്ഥം. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ശാശ്വതമായ സത്യമാണ് ഭഗവാൻ, അതാണ് അക്ഷരഃ. യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വരഃ നാരസിംഹ ബഭു ശ്രീമാൻ കേശവ പുരുഷോത്തമഃ. 18 യോഗഃ, 19 യോഗവിദാം നേത, 20 പ്രധാന പുരുഷേശ്വരഃ, 21 നാരസിംഹ ബഭുഃ, 22 ശ്രീമാൻ, 23 കേശവൻ, 24 പുരുഷോത്തമഃ. ഭഗവാന്റെ നാമങ്ങളിൽ 18ാമത്തെ നാമമായി പറയുന്നത് യോഗഃ, അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ജീവാത്മാ പരമാത്മാ ഐക്യഭാവത്തെ പ്രാപിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തകളാകുന്ന ചലനം,
ഉണ്ടാക്കുന്ന മനസ്സ് എന്ന ഇന്ദ്രിയത്തെ അടക്കുക, മനസ്സ് നിയന്ത്രിക്കുക. ചിന്തകൾ ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ, മനസ്സ് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് ഞാനാകുന്ന ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന യോഗാവസ്ഥയെ പ്രാപിക്കുന്നത്. ഇങ്ങനെയുള്ള യോഗം കൊണ്ട് യോഗാവസ്ഥയിൽ എത്തുന്നതിലൂടെ അനുഭവിച്ചറിയാൻ കഴിയുന്നതായതുകൊണ്ട് ആ ഭഗവാനെ യോഗം എന്ന് പറയുന്നു. അപ്പൊ അതാണ് യോഗഃ എന്ന നാമം ഭഗവാന് വരാനുള്ള കാരണം. 19 യോഗ വിദാം നേതഃ, യോഗത്തെ അറിഞ്ഞ് ശീലിക്കുന്നവരുടെ നേതാവ്. നേതഃ എന്ന് വെച്ചാൽ നേതാവ്, നയിക്കുന്നവൻ എന്നർത്ഥം. അതായത് യോഗാവസ്ഥയെ പ്രാപിക്കാനായി ആ അവസ്ഥയിൽ ഒരിക്കൽ ആ അവസ്ഥയെ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അതിലേക്കെത്താനായി പരിശീലിക്കുന്നവരുടെ, അവരെ നയിക്കുന്ന അവരുടെ നേതാവാണ് ഭഗവാൻ. അതാണ് ഭഗവാനെ യോഗ വിദാം നേതഃ എന്ന് പറയുന്നത്. പ്രധാന പുരുഷേശ്വരഃ, പ്രധാനം അതായത് പ്രകൃതിയുടെയും പുരുഷൻ അതായത് ജീവന്റെയും അധീശ്വരനായിട്ടുള്ളവൻ, അതാണ് പ്രധാന പുരുഷേശ്വരഃ എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെയും പുരുഷന്റെയും, പ്രധാനം എന്നാൽ പ്രകൃതി, പുരുഷൻ എന്നാൽ ജീവാത്മാവ്, ഇവ രണ്ടിന്റെയും അധീശ്വരനായിട്ടുള്ളവൻ ആണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ പരമാത്മാവ്. അങ്ങനെയുള്ള ഭഗവാനെ പ്രധാന പുരുഷേശ്വരഃ എന്ന നാമത്തിൽ അറിയുന്നു. നാരസിംഹവപുഃ, അതായത് നരസിംഹത്തിന്റെ ശരീരം സ്വീകരിച്ചു വന്ന ഭഗവാൻ, നരസിംഹത്തിന്റെ സ്വരൂപം പൂണ്ടവൻ, അതാണ് ഭഗവാനെ നാരസിംഹവപു എന്ന് വിളിക്കുന്നത്. ശ്രീമാൻ, അതായത് ശ്രീലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായവൻ, ഭഗവാൻ ശ്രീമാൻ എന്ന നാമത്തിൽ അറിയുന്നു. കേശവൻ, കേശവൻ 23 കേശവൻ, കേശവൻ എന്നാൽ സുന്ദരമായ കേശത്തോടു കൂടിയവൻ എന്നും, കേശി ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തപ്പോൾ കേശി എന്ന അസുരനെ കൊന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ കേശവൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 24 പുരുഷോത്തമഃ, അതായത് പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കുന്നവൻ, അതാണ് പുരുഷോത്തമൻ എന്ന വാക്കിനർത്ഥം. അപ്പോൾ പുരുഷൻ എന്നാൽ ജീവാത്മാവ്, അപ്പോൾ ജീവാത്മാവിലും ശ്രേഷ്ഠമായതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കുന്നവനാണ് ആ പരമാത്മാവ് എന്നർത്ഥത്തിൽ ഭഗവാനെ പുരുഷോത്തമഃ എന്ന നാമത്തിൽ വിളിക്കുന്നു. സർവ ശർവ ശിവ സ്ഥാണുർ ബോധാദിർ നിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരഃ. 25 നാമം സർവഃ, 26 ശർവഃ, 27 ശിവഃ, 28 സ്ഥാണുഃ, 29 ഭൂതാദിഃ, 30 അവ്യയഃ നിധിഃ, 31 സംഭവഃ, 32 ഭാവനഃ, 33 ഭർത്ത, 34 പ്രഭവഃ, 35 പ്രഭുഃ, 36 ഈശ്വരഃ. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാമം 25 പറയുന്നത് സർവഃ. സർവഃ എന്നാൽ സർവ പദാർത്ഥങ്ങളുടെയും ഉദ്ഭവ സ്ഥിതി നാശങ്ങൾക്ക് സ്ഥാനമായിട്ടുള്ളവൻ എന്നർത്ഥം. എന്നാൽ സർവ പദാർത്ഥങ്ങളും, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ആ ഭഗവാൻ തന്നെ, സകലതും ഭഗവാൻ തന്നെ എന്നർത്ഥം. അതാണ് ഭഗവാന് സർവഃ എന്ന നാമം ഉണ്ടായത്. 26 ശർവഃ, ശർവ എന്നാൽ ശിവനെയാണ് പറയുന്നത്. അതായത് സകലതിൻ്റെയും പ്രളയകാലത്ത് എല്ലാത്തിനെയും നശിപ്പിക്കുന്നവൻ, സംഹാരമൂർത്തിയായിരിക്കുന്നവൻ, ശിവരൂപത്തിൽ സംഹാരമൂർത്തിയായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ആ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടി നടത്തുന്നതും മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ സ്ഥിതി നടത്തുന്നതും. ഇപ്പൊ ശിവരൂപത്തിൽ ആ സംഹാരത്തെ നിർവഹിക്കുന്നതും അതേ ഭഗവാൻ തന്നെ. അതാണ് ഭഗവാന് ശർവഃ എന്ന നാമം ലഭിച്ചത്. 27 ശിവഃ, ശിവ എന്നാൽ മംഗളസ്വരൂപിയായവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ കലർപ്പ്, ത്രിഗുണങ്ങളുടെ സത്വരജ തമോ ഗുണങ്ങളുടെ കലർപ്പില്ലാതെ ഗുണത്രയ വിമുക്തനായിരിക്കുന്നവൻ, ത്രിഗുണങ്ങളുടെ കലർപ്പില്ലാതെ പൂർണ്ണമംഗള സ്വരൂപിയായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ശിവഃ എന്ന് വിളിക്കുന്നു.
അടുത്തത് 28 സ്ഥാണുഹു. സ്ഥാണു എന്നാൽ ഉറച്ചു നിൽക്കുന്നത്, സ്ഥിരനായിരിക്കുന്നവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിൽ ഉറച്ചു നിൽക്കുന്ന, മാറ്റമില്ലാതെ ഒരു തൂണ് പോലെ ഉറച്ചു നിൽക്കുന്ന, സ്ഥിരനായിരിക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഭഗവാൻ സ്ഥാണുഹു എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് സ്ഥിരനായിരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ്. ഭൂതാദിഹി എന്ന് വെച്ചാൽ സമസ്ത ഭൂതങ്ങളുടെയും ആദി കാരണമായവൻ, അതാണ് ഭൂതാദിഹി എന്ന നാമത്തിനർത്ഥം. അടുത്തത് 30ാമത്തെ നാമം അവ്യയഃ നിധിഃ. അതായത് നമ്മൾ ശ്ലോകത്തിൽ നിധിരവ്യയഃ എന്ന് ചൊല്ലി, അതാണ് അവ്യയഃ നിധിഃ എന്ന് പറയുന്നത്. അവ്യയ നിധിഃ എന്ന് വെച്ചാൽ പ്രളയകാലത്ത് സകല വസ്തുക്കളെയും നിദാനം ചെയ്യുന്നതിനാൽ ഭഗവാനെ നിധി എന്ന് വിളിക്കുന്നു. അതായത് ഉദ്ഭവിച്ച മുഴുവൻ ചരാചരങ്ങളും, ഈ മുഴുവൻ പ്രപഞ്ചവും സർവചരാചരങ്ങളും ആ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നതിനാൽ ഭഗവാനെ നിധി എന്ന് വിളിക്കുന്നു. എന്നാൽ ഒപ്പം അവ്യയഃ എന്ന് വിളിക്കുന്നു. അതായത് ഈ ഉണ്ടായതായ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നശിച്ചു പോകുന്നതാണ്. അപ്പൊ നശിച്ചു പോകുന്ന ഈ വസ്തുക്കളെല്ലാം ലയിച്ചു ചേരുന്നതിനാൽ ഭഗവാനെ നിധി എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ലയിച്ചു ചേരുന്ന ഭഗവാൻ നാശമില്ലാത്തവനാണ്, അതാണ് അവ്യയഃ എന്ന് പറയുന്നത്. നശിച്ചു പോകുന്ന സർവ പദാർത്ഥങ്ങളും ലയിച്ചു ചേരുന്നത് നാശമില്ലാത്ത ഭഗവാനിലേക്കാണ്, അതാണ് അവ്യയഃ നിധിഃ എന്ന് വിളിക്കുന്നത്. 31ാമത്തെ നാമം സംഭവഃ. അതായത് ഉത്തമമായ ജന്മത്തോടു കൂടിയവൻ എന്നാണ് ആ നാമത്തിനർത്ഥം. അതായത് നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടിട്ടുണ്ട്, എപ്പോഴൊക്കെ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നോ, അധർമ്മം പെരുകുന്നുവോ, അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഭഗവാൻ പുനർജനിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സംഭവഃ എന്നാൽ ഉത്തമമായ, അങ്ങനെ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിനായി ജന്മമെടുത്തവൻ, അതാണ് സംഭവഃ എന്ന് പറയുന്നത്. 32 ഭാവനഃ എന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലങ്ങളെ ദാനം ചെയ്യുന്നവൻ. ഭാവന എന്നാൽ കൊടുക്കുക എന്നാണ് അർത്ഥം, ദാനം ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും അവരവർ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലത്തെ ദാനം ചെയ്യുന്നവൻ, അതാണ് ഭഗവാനെ ഭാവനഃ എന്ന നാമത്തിൽ അറിയുന്നത്. 33 ഭർത്ത എന്നാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. അതായത് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവൻ, അതാണ് ഭർത്ത എന്ന നാമത്തിനർത്ഥം. 34 പ്രഭവഃ. അതായത് സകല ഭൂതങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവൻ, അതാണ് പ്രഭവഃ എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്നാണ് സർവ്വതും ഉണ്ടായത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവൻ, അതാണ് പ്രഭവഃ എന്ന നാമത്തിനർത്ഥം. 35 പ്രഭുഹു. അതായത് സർവപ്രപഞ്ചത്തിൻ്റെയും പ്രഭു ആയിരിക്കുന്നവൻ, നിയന്താവായിരിക്കുന്നവൻ. അതായത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും നിയന്താവായിരിക്കുന്നവൻ, അതാണ് ഭഗവാനെ പ്രഭു എന്ന് വിളിക്കുന്നത്. ഇനി 36 ഈശ്വരഃ എന്ന് വെച്ചാൽ ഐശ്വര്യത്തോടു കൂടിയവൻ, ഒന്നിനെയും ആശ്രയിക്കാതെ. ഭഗവാന് ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെയും ആശ്രയിക്കാതെ ഇവിടെ സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ഉണ്മയേ ഉള്ളൂ, അത് ഈശ്വരനാണ്. അപ്പൊ ഒന്നിനെയും ആശ്രയിക്കാതെ എന്നാൽ എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്നവനായിരിക്കുന്നവൻ, ഐശ്വര്യത്തോടു കൂടിയവൻ, അതാണ് ഈശ്വര എന്ന നാമത്തിന്റെ അർത്ഥം. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദി നിധനോ ധാതാ വിധാത ധാതുരുത്തമഃ. 37ാമത്തെ നാമം സ്വയംഭൂ, 38 ശംഭുഃ, 39 ആദിത്യഃ, 40 പുഷ്കരാക്ഷഃ, 41 മഹാസ്വനഃ, 42 അനാദി നിധനഃ, 43 ധാതാ, 44 വിധാത, 45 ധാതുരുത്തമഃ. 37ാമത്തെ നാമം സ്വയംഭൂ. അതായത് തന്നെത്താൻ ഉണ്ടായവൻ, സ്വയം ഇച്ഛിച്ച് സ്വയമേവ ഉണ്ടായവനാണ് ഭഗവാൻ. അതിനാൽ ഭഗവാനെ സ്വയംഭൂ എന്ന് വിളിക്കുന്നു. 38ാമത്തെ നാമം ശംഭുഹു. അതായത് ശം എന്നാൽ സുഖം, ശംഭു
സുഖത്തെ കൊടുക്കുന്നവൻ എന്ന്. ഭക്തന്മാർക്ക് സുഖത്തെ നൽകുന്നവനാണ് ഭഗവാൻ. അതിനാൽ ഭഗവാനെ ശംഭു എന്ന് വിളിക്കുന്നു. ആദിത്യ, 39ാമത്തെ നാമം ആദിത്യ. ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നാണ് ഈ നാമത്തിന് അർത്ഥം. 2 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. 12 ആദിത്യന്മാരുണ്ട്, അതായത് 12 സൂര്യന്മാർ. അതിൽ ഒരു ആദിത്യന്റെ നാമമാണ് വിഷ്ണു എന്ന്. അപ്പൊ ആ അർത്ഥത്തിലും ഭഗവാനെ ആദിത്യൻ എന്ന് വിളിക്കുന്നു. ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഇനി നാമം 40, പുഷ്കരാക്ഷ, അതായത് താമരയോട് സദൃശ്യമുള്ള നേത്രങ്ങളോട് കൂടിയവൻ, താമര പോലെ മനോഹരമായ നേത്രങ്ങളുള്ളവൻ. അതാണ് പുഷ്കരാക്ഷ എന്ന നാമത്തിന്റെ അർത്ഥം. 41 മഹാസ്വനഃ എന്ന് വെച്ചാൽ മംഗളമായ ശബ്ദത്തോടു കൂടിയവൻ എന്ന്. ഏറ്റവും മംഗളകരമായ ശബ്ദം എന്ന് പറയുന്നത് പ്രണവമന്ത്രമാണ്, ഓംകാരം. അപ്പോൾ ഓംകാരമായി പ്രണവമന്ത്രമായി അറിയപ്പെടുന്നത് ആരെയാണോ ആ ഭഗവാൻ മഹാസ്വനഃ. 42 അനാദി നിധനഃ എന്ന് വെച്ചാൽ ജന്മവും, ആദി എന്ന് വെച്ചാൽ ജനനം, അനാദി എന്ന് വെച്ചാൽ ജന്മം ഇല്ലാത്തത്, നിധനഃ നാശമില്ലാത്തത്, ജനന മരണങ്ങൾ ഇല്ലാത്തവൻ, എന്നും നിത്യനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ അനാദി നിധനഃ എന്ന് പറയുന്നു. 43 ധാത എന്ന് വെച്ചാൽ വിശ്വത്തെ ധരിക്കുന്നവൻ, താങ്ങി നിർത്തുന്നവൻ എന്നർത്ഥം. അപ്പോൾ ആരാണ് വിശ്വത്തെ താങ്ങി നിർത്തുന്നവൻ? സംഘർഷണമൂർത്തിയുടെ രൂപത്തിൽ. സംഘർഷണമൂർത്തി എന്നാൽ അനന്തന്റെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവൻ, അതാണ് ഭഗവാനെ ധാത എന്ന് വിളിക്കുന്നത്. ഇനി 44ാമത്തെ നാമം വിധാത. വിധാത എന്നാൽ എല്ലാ കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും സൃഷ്ടികർത്താവ്, അതായത് മനുഷ്യന് സർവചരാചരങ്ങൾക്കും എല്ലാ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും കൊടുക്കുന്നവൻ, അതാണ് ഭഗവാനെ വിധാത എന്ന് വിളിക്കുന്നത്. 45 ധാതുരുത്തമഃ, അതായത് വിശേഷ രൂപത്തിൽ എല്ലാം ധരിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അതായത് എല്ലാ ധാതുക്കളിലും വെച്ച് ഉത്തമമായ ധാതു, കാര്യകാരണ രൂപമായ സകല ലോകങ്ങളിലെ സകല ധാതുക്കളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ധാതു എന്ന് പറയുന്നത് ചിത് ധാതുവാണ്. ആ ചിത്തായിരിക്കുന്ന ധാതു, അതുകൊണ്ട് തന്നെ ഉത്തമമായ ധാതുവാണ്. അതുകൊണ്ട് ഭഗവാനെ ധാതു ഉത്തമഃ എന്ന് വിളിക്കുന്നു.